ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ പ്രാക്ടിക്കൽ സെക്ഷനിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റായ ഇൻസ്റ്റാളേഷൻ ആൻഡ് ഫെമിലിയറൈസേഷൻ ഓഫ് MPLAB XIDE പാർട്ട് 2 ഹൗ ടു ബിൽഡ് എ പ്രോജക്റ്റ് ഇൻ MPLAB XIDE ആണ്. സ്റ്റെപ്സുകൾ: ചൂസ് എ പ്രോജക്റ്റ്, 2 സെലക്ട് എ ഡിവൈസ്, 3 സെലക്ട് ഹെഡർ, 4 സെലക്ട് ടൂൾ, 5 സെലക്ട് കമ്പൈലർ, 6 സെലക്ട് എ പ്രോജക്റ്റ് നെയിം ആൻഡ് ഫോൾഡർ. ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഡെസ്ക്ടോപ്പിലെ MPLAB XIDE എന്ന ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് MPLAB സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു വരുമ്പോൾ ഈ തരത്തിലുള്ള ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് വരിക. ഇതിന് നമ്മൾ ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫയൽ സെലക്ട് ചെയ്ത് ന്യൂ പ്രോജക്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ഏത് പ്രോജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിൻഡോ ആണ്. അവിടെ നമ്മൾ മൈക്രോചിപ്പ് എംബഡഡ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോജക്റ്റിൽ സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോ ഡിവൈസ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള സെലക്ട് ഡിവൈസ് വിൻഡോ ആണ്. ഇതിൽ നമ്മൾ ഏത് ഫാമിലിയിൽ പിക്കിൻ്റെ ഏത് ഫാമിലിയിൽ പെട്ട IC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് IC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള വിൻഡോ ആണ്. അതിൽ നമ്മൾ ആദ്യം പിക്ക് ഫാമിലി സെലക്ട് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ബേസ് ലൈൻ 8-bit MCUs, മിഡ് റേഞ്ച് 8-bit, അഡ്വാൻസ്ഡ് 8-bit, പിന്നെ 16-bit, താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ 32-bit ഒക്കെ കാണാം. നമ്മളെ ഇവിടെ ഉപയോഗിക്കുന്ന PIC 16F877A എന്നത് ഒരു മിഡ് റേഞ്ച് 8-bit മൈക്രോ കൺട്രോളർ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മിഡ് റേഞ്ച് 8-bit MCU സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ PIC 16F877A സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ സ്ക്രോൾ ചെയ്താൽ PIC 16F877A കാണാം. ഞാനിവിടെ PIC 16F877A സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോ വരുന്നത് ഏത് ടൂളാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ്. ടൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ICയിലേക്ക് ബേൺ ചെയ്യണമല്ലോ. നമ്മുടെ പ്രോഗ്രാം ICയിൽ ബേൺ ചെയ്യണം. ICയിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഇപ്പോൾ സിമുലേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാം സിമുലേറ്റ് ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ പിക്ക് കിറ്റ് 2, പിക്ക് കിറ്റ് 3 അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ടൂൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് സിമുലേറ്ററാണ്. നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സിമുലേറ്റ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അടുത്തത് സെലക്ട് ചെയ്യാനുള്ളത് കമ്പൈലറാണ്. ഏത് കമ്പൈലറാണ് നമ്മൾ ഈ കോഡിനെ കമ്പൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ സെലക്ഷനിൽ കുറേ ലിസ്റ്റ് ഉണ്ട്. ഹൈടെക് പിക് C എന്ന് പറയുന്ന ഒരു കമ്പൈലർ കാണാം, MPASM കാണാം, XC8 കാണാം. ഈ ഹൈടെക് പിക് C, XC8 ഒക്കെ പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി ഹൈ കപ്പാസിറ്റി കമ്പൈലേഴ്സ് ആണ്. ഈ കമ്പൈലേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് C പ്രോഗ്രാം അല്ലെങ്കിൽ C++ എന്നിങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ എഴുതപ്പെട്ട കോഡുകളുടെ കമ്പൈലിംഗ് പ്രോസസ്സിനാണ്. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമുകളാണ്. അസംബ്ലി ലാംഗ്വേജ് കോഡുകൾ നാം അസംബ്ലർ MPASM എന്ന് പറഞ്ഞ അസംബ്ലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ MPASM ആണ് സെലക്ട് ചെയ്യേണ്ടത്.
MPASMൻ്റെ 2 വേർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3.47, 3.50. ഞാനിവിടെ 3.50 സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മളോട് അടുത്ത വിൻഡോയിൽ പറയുന്നത് സെലക്ട് പ്രോജക്റ്റ് നെയിം ആൻഡ് ഫോൾഡർ. നമ്മുടെ പ്രോജക്റ്റിനൊരു പേര് കൊടുക്കണം. പിന്നെ ഏത് ഫോൾഡറിലേക്കാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ സേവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കാണിച്ചു കൊടുക്കണം. ഈ 2 പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡോ. ഇവിടെ നമ്മളൊരു സാമ്പിൾ പ്രോജക്റ്റ് അല്ലേ, ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൽ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ കമ്പൈൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ ഡീബഗ്ഗിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് വർക്കിംഗ് രജിസ്റ്ററിലും അതുപോലെ ഫയൽ രജിസ്റ്ററിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സാമ്പിൾ പ്രോജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. സാമ്പിൾ പ്രോജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രോജക്റ്റ് ലൊക്കേഷൻ എൻ്റെത് MPLab X Projects എന്ന് പറഞ്ഞ സിയിലുള്ള ഒരു ഫോൾഡറിലേക്കാണ്. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോൾഡറിലേക്ക് ഇവിടെ ലൊക്കേഷൻ മാറ്റി കൊടുത്താൽ അവിടെ സേവ് ആവുന്നതായിരിക്കും. ഞാൻ ഫിനിഷ് കൊടുക്കുന്നു. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. സാമ്പിൾ പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ ഓപ്പണായി. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫയൽസ് വീണ്ടും ഓപ്പണായി വരും. ഈ പ്രോജക്റ്റിന് താഴെ ഒരുപാട് ഫയൽസ് ഓപ്പണായി വരും. ഹെഡർ ഫയൽസ്, ഇമ്പോർട്ടൻറ്റ് ഫയൽസ്, ലിങ്കർ ഫയൽസ്, സോഴ്സ് ഫയൽസ്, പിന്നെ ലൈബ്രറീസ്. ഇതിൽ നമ്മുടെ സോഴ്സ് കോഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. സോഴ്സ് കോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഴ്സ് ഫയലിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണും. ഇതിൽ നമ്മൾ 8-bit general .asm ഇത് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള കോഡാണ് നമ്മുടെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫയൽ എക്സ്റ്റൻഷൻ .asm ആയിരിക്കും. അതാണ് നമ്മുടെ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നെയിമും വന്നു, ഫയൽ നെയിം വന്നു, അതായത് സോഴ്സ് ഫയൽ നെയിം വന്നു, പ്രോജക്റ്റ് നെയിം വന്നു, എവിടെയാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത് വന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടേതായ രീതിയിലേക്ക് നെയിമിനെ മാറ്റാവുന്നതാണ്. പേര് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കോഡാണ് ഇവിടെ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 8-bit നമ്പറിനെ 2 8-bit നമ്പറുകളെ അഡീഷനാണ്. 2 8-bit നമ്പറുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ചെറിയ കോഡാണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആഡ് എന്ന് കൊടുത്തു. നമ്മുടെ ഫയൽ അപ്പോൾ ഏതായിരിക്കും? add.asm എന്നാണ് സേവ് ആവുക. add.asm നമ്മൾ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് .asm എന്ന ഫയൽ എക്സ്റ്റൻഷൻ വരുന്നത്. എന്നിട്ട് ഫിനിഷ് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള വിൻഡോ. അപ്പോൾ സോഴ്സ് ഫയലിൻ്റെ താഴെ വന്ന add.asm എന്ന വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോഗ്രാമിനെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കാണുന്ന ഓൾറെഡി ഇതിൽ ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യുക. മുഴുവൻ സെലക്ട് ചെയ്തു. ഓക്കെ, മുഴുവൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മുഴുവൻ സെലക്ട് ചെയ്ത് കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മുഴുവൻ ഡിലീറ്റ് ആയി. ഈ പ്ലെയിൻ വിൻഡോയിലാണ് ഇനി നമ്മൾ നമ്മുടെ കോഡ് എഴുതാൻ പോകുന്നത്. ഞാൻ ഒരു കോഡ് ടൈപ്പ് ചെയ്യുന്നു. ലിസ്റ്റ് p equal to 16 of 877a hash include p 16
F877A dot INC ORG 0x00 move LW 2H move LW 2H. ഓക്കെ, ഞാൻ ഓരോ ഇൻസ്ട്രക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇപ്പം നമ്മുടെ അസംബ്ലി പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത പ്രാക്ടിക്കൽ വരുമ്പോൾ പറയും. പക്ഷേ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഫയൽ രജിസ്റ്ററിലും നമ്മുടെ വർക്കിംഗ് രജിസ്റ്ററിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകളെ സിമുലേറ്റ് ചെയ്ത് ഡീബഗ് ചെയ്ത് റിസൾട്ട് കാണേണ്ടത് എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുക. ഇത് നന്നായി മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരുന്ന അസംബ്ലി ലെവൽ പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്ത് റിസൾട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇനി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കമാൻഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് P equal to 16 of 877A hash include P16 of 877A dot INC ORG 0x00 move LW 2H. ഇതിൽ ആദ്യം എഴുതിയ 3 ഇൻസ്ട്രക്ഷൻസും ഞാൻ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോഗ്രാമിംഗ് അതായത് അസംബ്ലി ലെവൽ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മൾ പിക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. മൂവ് LW നമ്മൾ പഠിച്ചു, ആഡ് LW, ആഡ് WF, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി താഴേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മൂവ് LW 2H എന്ന് കൊടുത്തു. മൂവ് LW 2H എന്ന് പറഞ്ഞാൽ മൂവ് LW എന്ന് പറയുമ്പോൾ മൂവ് A ലിറ്ററൽ ടു W രജിസ്റ്റർ, അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. മൂവ് A ലിറ്ററൽ ടു W രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂവ് LW 2H ഒരു ലിറ്ററലിനെ വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഏതാണ് ലിറ്ററൽ? 2 ആണ്. 2 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ, അതാണ് 2H എന്ന് നമ്മൾ ഇവിടെ എഴുതുന്നത്. 2 എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പം എൻ്റെ പ്രോഗ്രാം. ഞാൻ കോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? ഇവിടെ ഒരു ഐക്കൺ കാണാം, ഇവിടെ ഒരു ബ്രഷ് ആൻഡ് ഹാമർ കാണാം അല്ലേ. ഇത് ഒരു ടൂളാണ്, അതുകൊണ്ടാണ് ഇവിടെ ബ്രഷ് ആൻഡ് ഹാമർ കാണുന്നത്. ബ്രഷ് ഫോർ ക്ലീനിങ്, ഹാമർ ഫോർ എന്തിനാണ്? റീസ്ട്രക്ചറിങ്. അപ്പോൾ എന്തെങ്കിലും ക്ലീനിങ് പർപ്പസ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാം. ഹാമർ എന്തിനാണ്? ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ ഒരു സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ക്ലീൻ ആൻഡ് ബിൽഡ് മെയിൻ പ്രോജക്റ്റ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിംഗ് റണ്ണാവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഫുള്ള് എറേഴ്സ് വന്നിട്ടുണ്ട്. ബിൽഡ് ഫെയിൽഡ് എന്നാണ് കാണിച്ചത്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ ബിൽഡ് ഫെയിൽഡ് കാണിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ കോഡിലേക്ക് പോയി നോക്കുക. ഈ കോഡ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞാൽ ഒരു സ്പേസ് ആവശ്യമാണ്. ആ സ്പേസ് ഞാൻ ഇട്ടിട്ടില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ കാര്യം മാറ്റിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം? ക്ലീൻ ആൻഡ് ബിൽഡ് ചെയ്യാം. ക്ലീൻ ആൻഡ് ബിൽഡ് ചെയ്തു, വീണ്ടും ബിൽഡ് ഫെയിലാണ്. അപ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും.
ഗോ ടു $സൈൻ നമുക്ക് സ്പേസ് ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അതിനെ വീണ്ടും ബിൽഡ് ചെയ്ത് നോക്കാം. വീണ്ടും ബിൽഡ് ഫെയിലാണ്. ലിസ്റ്റ് p = 16 of 877. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ഗോ ടു $, എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തില്ല, GOTO എന്ന് അടിച്ചിട്ടില്ല, ഗോ ടു $. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു സിൻടാക്സ് എററാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൊണ്ടുള്ള എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിൽ സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. ഈ ടേംസുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. സിൻടാക്സ് എററാണ് ഇവിടെ സംഭവിച്ചത്. വീണ്ടും നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബിൽഡിംഗ് സക്സസ് ആണ്. ബിൽഡ് സക്സസ് ആണ്. ഇവിടെ താഴെ നമുക്ക് നോക്കിയാൽ ബിൽഡ് സക്സസ്ഫുൾ എന്ന് കാണാം. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റിനെ ബിൽഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് ഞാനിപ്പം എന്താ ചെയ്തത്, മൂവ് LW to H എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഇവിടെ കോഡായിട്ട് ഉപയോഗിച്ചത്. അതായത് 2 എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ഞാൻ വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് രജിസ്റ്ററിൽ പോയിട്ട് 2 ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ 2 ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഡീബഗ്ഗിങ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുകളിൽ ഡീബഗ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡീബഗ് മെയിൻ പ്രോജക്റ്റ് കൊടുക്കാം. ഈ ഡീബഗ് മെയിൻ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങും. ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വർക്കിംഗ് രജിസ്റ്ററിൽ പോയിട്ട് വർക്കിംഗ് രജിസ്റ്ററിൽ 2 വന്നിട്ടുണ്ടോ നോക്കണം. അതാ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തത്, മൂവ് LW to H. വർക്കിംഗ് രജിസ്റ്ററിലേക്ക് 2 എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ മൂവ് ചെയ്യിച്ചതാണ്. അപ്പോൾ നമ്മൾ എവിടെ വർക്കിംഗ് രജിസ്റ്റർ ഉണ്ടാവുക, വർക്കിംഗ് രജിസ്റ്ററും ഫയൽ രജിസ്റ്ററും ഒക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് വിൻഡോ. അതിൽ താഴേക്ക് നീങ്ങിയാൽ പിക്ക് മെമ്മറി വ്യൂസ് ഉണ്ടാവും. അതിൽ ഫയൽ രജിസ്റ്റർ ഉണ്ടാവും, SFR ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വർക്കിംഗ് രജിസ്റ്റർ എന്താണ്, ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SFRൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫയൽ രജിസ്റ്റർ കാണാം, W രജിസ്റ്റർ അല്ലെങ്കിൽ വർക്കിംഗ് രജിസ്റ്റർ കാണാം. ഇവിടെ നമുക്ക് SFRലുള്ള എല്ലാ രജിസ്റ്റേഴ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, WREG ഇതാണ് വർക്കിംഗ് രജിസ്റ്റർ. ഇവിടെ കണ്ടോ 0x02 ഇതാണ് നമ്മുടെ 2 എന്ന ഹെക്സാ ഡെസിമൽ നമ്പർ, 8-bit ഹെക്സാ ഡെസിമൽ നമ്പർ. അതാണ് 0x02 എന്ന് കാണിച്ചത്. ഓക്കെ, ഇവിടെ കണ്ടോളൂ, നോക്കോളൂ. ഇനി ഈ പ്രോഗ്രാം ഇതെന്നാണോ വന്നത് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അല്ലേ. വർക്കിംഗ് രജിസ്റ്ററിൽ ഇതെന്നാണോ വന്നത്, ഞാൻ ചെയ്ത കോഡ് കറക്റ്റ് ആണെന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 2 ഇവിടെ മാറ്റി കൊടുക്കുക. ഈ 2 ഇവിടെ മാറ്റി കൊടുത്തു, ഞാൻ 5 കൊടുത്തു. ഈ 5 കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ പരിപാടി വീണ്ടും ചെയ്യണം. ബിൽഡ് ആൻഡ് ക്ലീൻ കൊടുത്തു, അത് സക്സസ്ഫുള്ളായി. അതിനുശേഷം ഡീബഗ് മെയിൻ പ്രോജക്റ്റ് കൊടുത്തു, അത് സക്സസ്ഫുള്ളായി. ഇനി എനിക്ക് എന്ത് ചെയ്യാം, SFRൽ പോയി നോക്കിയാൽ എന്ത് കാണണം, SFRൽ പോയി നോക്കിയാൽ 5 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ SFR ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തു, നോക്കൂ, ഇതാ W രജിസ്റ്റർ WREG 0x05. അപ്പോൾ 5 ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എന്താണ്, 2 8-bit നമ്പറിനെ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം പഠിപ്പിക്കല്ല, എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അടുത്ത ഇൻസ്ട്രക്ഷൻ, ഞാൻ ഈ വർക്കിംഗ് രജിസ്റ്ററിലുള്ള ഈ 5നെ ഹെക്സാഡെസിമൽ 5നെ ഞാൻ ഒരു ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് മാറ്റണം. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചു, മൂവ് WF എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്. മൂവ് WF 21H. ഈ ഇൻസ്ട്രക്ഷൻ പറയുന്നത് വർക്കിംഗ് രജിസ്റ്ററിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്ത വാല്യൂവിനെ 21H എന്ന് പറയുന്ന
WF ഫയൽ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. മൂവ് WF21H എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ് വർക്കിംഗ് രജിസ്റ്റർ ടു എ ഫയൽ രജിസ്റ്റർ. മൂവ് WF എന്ന് പറയുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പഠിച്ചാണ്. മൂവ് വർക്കിംഗ് രജിസ്റ്റർ ടു ഫയൽ രജിസ്റ്റർ. ഇവിടെ ഇപ്പോൾ വർക്കിംഗ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള 5H എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ 21 എന്ന ഫയൽ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബിൽഡ് ആൻഡ് ക്ലീൻ കൊടുക്കുക. അത് സക്സസ്ഫുള്ളായി. അതിനുശേഷം ഡീബഗ് കൊടുക്കണം. ഡീബഗ് മെയിൻ പ്രോജക്റ്റ് കൊടുക്കുന്നു, അതും സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോഡ് കറക്റ്റ് റണ്ണിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്ട്രക്ഷന് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? മൂവ് WF21H എന്ന് പറഞ്ഞാൽ വർക്കിംഗ് രജിസ്റ്ററിലുള്ള 5 എന്ന ഹെക്സാഡെസിമൽ നമ്പർ 21 എന്ന ഫയൽ രജിസ്റ്ററിലേക്ക് മൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഫയൽ രജിസ്റ്റർ നോക്കണം. നമ്മൾ നേരത്തെ വർക്കിംഗ് രജിസ്റ്റർ എടുത്തു, SFR എന്നല്ലേ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് വർക്കിംഗ് രജിസ്റ്റർ. ഇപ്പോൾ SFRൽ പോയി നമ്മൾ വർക്കിംഗ് രജിസ്റ്റർ എടുത്തു. അതേപോലെ ഫയൽ രജിസ്റ്റർ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിൻഡോയിൽ പോവുക. അതിനുശേഷം പിക്ക് മെമ്മറി വ്യൂസ് എന്ന് പറയുന്ന ഐക്കണിൽ ഫയൽ രജിസ്റ്റർ ഉണ്ട്. ഫയൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ രജിസ്റ്റർ ഓപ്പൺ ആയി വരും. ലൊക്കേഷൻ നോക്കുക, 10, ഇത് 11. ഓക്കെ, ഇത് 10 ആണ്, ഇത് 11 ആണ്. മനസ്സിലായോ? ഇത് 20 എന്ന് പറയുമ്പോൾ ഇതാണ് 20, ഇത് 21. ഓക്കെ, ഇത് 22, ഇത് 23. ഓക്കെ, അപ്പോൾ നമ്മൾ 21 എന്ന് പറയുന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്കാണ് നമ്മൾ വർക്കിംഗ് രജിസ്റ്ററിൽ നേരത്തെ ഉണ്ടായിരുന്ന 5നെ മൂവ് ചെയ്യിച്ചത്. നോക്കൂ, 21ൽ 5 കണ്ടോ? ഓക്കെ, 21ൽ 5 ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ കറക്റ്റാണ്. ഇനി എന്തെങ്കിലും വന്നതാണോ, ഞാൻ എഴുതിയത് തന്നെയാണോ വന്നത് എന്നറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 5നെ ഇവിടെ മാറ്റിയാൽ മതി. ഞാനിവിടെ ഹെക്സാഡെസിമൽ എന്ത് കൊടുക്കുന്നു? ഹെക്സാഡെസിമൽ 7 കൊടുക്കുന്നു, 7H. ഇതിനെ വീണ്ടും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ഉള്ള സ്ഥാനത്ത് 7 വരണം. വന്നൊക്കെ നോക്കാം. ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ക്ലീൻ ആൻഡ് ബിൽഡ് ചെയ്യണം. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് ഈ സ്റ്റെപ്സ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഈ 2 സ്റ്റെപ്സും നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കുറയും. അപ്പം ക്ലീൻ ആൻഡ് ബിൽഡ് ഓക്കെ ആണ്, സക്സസ്ഫുൾ ആണ്. ഡീബഗ് ചെയ്തു, ഡീബഗ് മെയിൻ പ്രോജക്റ്റ് ചെയ്തു, അതും സക്സസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? കോഡിൽ മാറ്റം വരുത്തിയത്. നേരത്തെ 5 ഉള്ളത് നമ്മൾ 7 ആക്കി. അപ്പോൾ 2 മാറ്റം വരണം. SFRലെ വർക്കിംഗ് രജിസ്റ്ററിൽ 7 ആവണം. ഫയൽ രജിസ്റ്റർ 21H എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്ത് വരണം? 7 വരണം. അപ്പോൾ SFRലെ വർക്കിംഗ് രജിസ്റ്ററിൽ 7 വന്നിട്ടുണ്ടോ? ഉണ്ട്, 0x07. ഓക്കെ, 21H എന്ന് പറയുന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിൽ 7 ഉണ്ടോ നോക്കണം. ഓൾറെഡി നമ്മൾ 21 നോക്കി, 7 ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫയൽ രജിസ്റ്ററും അതേപോലെ വർക്കിംഗ് രജിസ്റ്ററിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് ആ പ്രൊജക്റ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കുകയും ഫൈനൽ റിസൾട്ട് കാണുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ആഡ് ചെയ്യാനുള്ള ബാക്കി ഇൻസ്ട്രക്ഷൻസ് കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. മൂവ് WF21H, ഞാൻ 21H എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് അതിനെ മാറ്റി വെച്ചു. വീണ്ടും ഞാൻ ഫയൽ രജിസ്റ്ററിലേക്ക് അടുത്ത നമ്പർ ആഡ് ചെയ്യാനുള്ള അടുത്ത നമ്പർ ആഡ് ചെയ്യാണ്. മൂവ് LW3, നമുക്ക് 2 കൊടുക്കാം, 2H. ഇപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടാകുക? വർക്കിംഗ് രജിസ്റ്ററിലേക്ക് 2 വന്നിട്ടുണ്ടാവും അല്ലേ? വീണ്ടും നമുക്ക് മൂവ്
WF22H. ആ വർക്കിംഗ് രജിസ്റ്ററിൽ ഇപ്പോൾ ഉള്ള 2നെ 22 എന്ന ഫയൽ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യിച്ചു. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് നമ്പറാണ്, രണ്ട് ഹെക്സാ ഡെസിമൽ നമ്പറാണ് 7ഉം അതേപോലെ 2ഉം. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? 7നെ 21H എന്ന് പറയുന്ന ഫയൽ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തു. അതേപോലെ 2 എന്നതിനെ 22 എന്ന് പറയുന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തു. ഈ നമ്പറിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആഡ് WF എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആഡ് WF21H. ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ മൂവ് WF22H നമ്മൾ ലാസ്റ്റ് ചെയ്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? മൂവ് LW2H ആണ്. അപ്പോൾ ഓൾറെഡി ആഡ് WF എന്ന് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മളുടെ വർക്കിംഗ് രജിസ്റ്ററിൽ 2 ഓൾറെഡി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട അടുത്ത സംഖ്യ എന്താണ്? 7 ആണ്. അതെവിടെയാണുള്ളത്? 21Hലാണ്. അപ്പോൾ ആഡ് WF21H എന്ന് പറഞ്ഞാൽ വർക്കിംഗ് രജിസ്റ്ററിൽ ഇപ്പോഴുള്ള വാല്യൂവിനെ 21 എന്ന് പറയുന്ന ഫയൽ രജിസ്റ്ററിൽ ഉള്ള വാല്യൂവുമായിട്ട് ആഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മൂവ്. ഇതിനെ മാറ്റണ്ടേ? ഇതിനെ വർക്കിംഗ് രജിസ്റ്ററിന് വേറെ ഫയൽ ലൊക്കേഷനിലേക്ക് മാറ്റണമല്ലേ? മൂവ് WF24H. ഓക്കെ, ഇത്രയാണ് നമ്മളെ ചെറിയ ഈ പ്രോഗ്രാം. കൂടുതൽ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് 2 8-bit നമ്പറിൻ്റെ അഡീഷനാണ്. അപ്പോൾ ആ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ പറയാം. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇതിന് റിസൾട്ട് കാണണമല്ലോ. ഇനി എന്തായിരിക്കും റിസൾട്ട് വേണ്ടത്? 7ഉം 2ഉം കൂട്ടിയാൽ 9 കിട്ടണം അല്ലേ? അതാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്. ക്ലീൻ ആൻഡ് ബിൽഡ് ചെയ്യണം, അത് സക്സസ്ഫുൾ ആവണം. ഡീബഗ് ചെയ്യണം, അത് സക്സസ്ഫുൾ ആവണം. ഫയൽ രജിസ്റ്ററിൽ നോക്കിയാൽ നമുക്ക് ആൻസർ കാണാനും പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ക്ലീൻ ആൻഡ് ബിൽഡ് കൊടുത്തു. ക്ലീൻ ആൻഡ് ബിൽഡ് സക്സസ്ഫുൾ ആയി. അതിനുശേഷം ഞാൻ ഡീബഗ് കൊടുത്തു. ഡീബഗ് മെയിൻ പ്രൊജക്റ്റ് കൊടുത്തു. അത് സക്സസ് ആയി, അതും സക്സസ് ആയി. ഇനി ഫയൽ രജിസ്റ്ററിൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ രജിസ്റ്ററിൽ ഉണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ മുന്നേ പ്രോഗ്രാം ഒന്നുകൂടി നമുക്ക് അനലൈസ് ചെയ്യാം. മൂവ് LW7H 7 എന്ന ഹെക്സാ ഡെസിമൽ വാല്യൂവിനെ വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. മൂവ് WF21H വർക്കിംഗ് രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന 7നെ 21 എന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും നമ്മൾ മൂവ് LW2H 2 എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു? വർക്കിംഗ് രജിസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. മൂവ് WF22H എന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് അപ്പോൾ ഉണ്ടായിരുന്ന വർക്കിംഗ് രജിസ്റ്ററിലെ വാല്യൂവിനെ മൂവ് ചെയ്തു. ഈ രണ്ട് നമ്പർ 7ഉം 2ഉം ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് ആഡ് WF21H, 0. അതിനുശേഷം വർക്കിംഗ് രജിസ്റ്ററിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവും. 2ഉം 7ഉം ആഡ് ചെയ്ത് 9 എന്ന ആൻസർ വർക്കിംഗ് രജിസ്റ്ററിൽ ഉണ്ടാവും. ആ വർക്കിംഗ് രജിസ്റ്ററിലുള്ള ആ വാല്യൂവിനെ മൂവ് WF24H എന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്തു നമ്മൾ എന്ത് ചെയ്യണം? 24 എന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. പ്രോഗ്രാം എൻഡ് ആവും. പ്രോഗ്രാമിൻ്റെ ഫയൽ രജിസ്റ്ററിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? 21Hൽ 7 കാണാം. 22വിൽ നമുക്ക് ഫയൽ രജിസ്റ്ററിൽ 22വിൽ നമുക്ക് 2 കാണാം. 24ൽ 7ഉം 2ഉം കൂട്ടിയ 9 കാണാം. നമ്മൾ ക്ലീൻ ചെയ്ത് ബിൽഡ് ചെയ്തു, പിന്നെ ഡീബഗ് ചെയ്തു. ഇനി ഫയൽ രജിസ്റ്റർ എടുത്ത് നോക്കാം. ഇവിടെ താഴെ ഫയൽ രജിസ്റ്റർ ഉണ്ട്. ഫയൽ രജിസ്റ്ററിൽ 21ൽ നമുക്ക് 7 കാണാം. 22വിൽ
നമുക്ക് 2 കാണാം. ആഡ് ചെയ്ത റിസൾട്ട് 24 കാണാം. 7ഉം 2ഉം കൂട്ടിയാൽ 9 ആണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന എല്ലാ കോഡുകളും ക്ലീൻ ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യേണ്ടത്, ഡീബഗ് ചെയ്യേണ്ടത്, റിസൾട്ട് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാമെന്നതാണ്. പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ പ്രോജക്റ്റാണ് ചെയ്തത്, 2 നമ്പറിനെ ആഡ് ചെയ്യാൻ. ഇത് ആഡ് ചെയ്ത് കറക്റ്റ് ആണോ വീണ്ടും നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ചെറിയ നമ്പർ അല്ല ആഡ് ചെയ്ത്, കുറച്ചുകൂടി വലിയൊരു നമ്പർ കൊടുക്കാം. ഇപ്പോൾ 7ഉം 3ഉം ആഡ് ചെയ്യാം. 7ഉം 3ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 7ഉം 3ഉം ആഡ് ചെയ്താൽ 10 കിട്ടും അല്ലേ. 10 എന്ന് പറയുന്നത് നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ അല്ലല്ലോ. ഹെക്സാഡെസിമലിലെ 10 എന്ന് പറയുന്നത് എ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 0A കിട്ടണം അല്ലേ. ആൻസർ 7ഉം 3ഉം കൂട്ടിയാൽ ആൻസർ 0A കിട്ടണം. 7ഉം 4ഉം കൂട്ടിയാൽ 0B കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് 7ഉം 4ഉം കൂട്ടാം. ഇവിടെ മാറ്റേണ്ടത് ഒന്നുമില്ല. ഈ 2ന്റെ സ്ഥാനത്ത് നമ്മൾ 4 എന്ന് കൊടുക്കുക. 4 കൊടുത്തു കഴിഞ്ഞാൽ 7ഉം 4ഉം കൂട്ടി ആൻസർ കിട്ടണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റം വരുത്തിയാൽ എന്ത് ചെയ്യണം? മാറ്റം വരുത്തുമ്പോൾ അവിടെ കാൽക്കുലേറ്ററിൽ മാറും പോലെ 0B എന്ന് മാറില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ആൻഡ് ബിൽഡ് ചെയ്യണം. അതിനുശേഷം ഡീബഗ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫയൽ രജിസ്റ്റർ എടുത്ത് നോക്കാം. ഓക്കെ, 7ഉം 4ഉം കൂട്ടിയാൽ 11 ആണ്. പക്ഷേ 11ന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്നത് B ആണ്. ഇവിടെ നമുക്ക് 0B എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള മുഴുവൻ പ്രോഗ്രാമുകളും ചെയ്യേണ്ടത്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് മുതൽ അവസാനത്തെ സ്റ്റെപ്പ് വരെ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളിതിൽ എക്സ്പേർട്സ് ആവും. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ 2 8-bit നമ്പർ അഡീഷൻ ഉണ്ട്, 2 8-bit നമ്പർ സബ്ട്രാക്ഷൻ ഉണ്ട്, പിന്നെ 8-bit നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അതേപോലെ 16-bit അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഒക്കെ ഉണ്ട്. ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ രൂപത്തിലാണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യേണ്ടതും, അതേപോലെ കോഡിനെ ബിൽഡ് ചെയ്യേണ്ടതും, അതേപോലെ ഡീബഗ് ചെയ്യേണ്ടതും ഒക്കെ. ഓക്കെ, ഇതിൽ കുറേ ന്യൂ ടേംസുകൾ വന്നിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ബിൽഡ്, പിന്നെ അതേപോലെ ഡീബഗ്, അതേപോലെ സിൻടാക്സ് എറർ, ഇങ്ങനെ വരുന്ന കുറച്ച് ന്യൂ ടേംസുകളൊക്കെ വന്നിട്ടുണ്ടാവും. ആ ടേംസൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെക്കുക, എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, തിയറി എക്സാം വരുന്ന സമയത്ത് ഇതേപോലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ടേംസ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് കരുതുകയാണ്. ഒരു പ്രശ്നമുള്ളത്, എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കമ്പ്യൂട്ടർ ഇത് ചെയ്തു നോക്കാൻ ഉണ്ടാവണമെന്നില്ല. കമ്പ്യൂട്ടറുള്ള ആൾക്കാർ ഒക്കെ ഈ പ്രോഗ്രാം ചെയ്തു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അതേപോലെ ഫോണിൽ നേരിട്ടോ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ കോഡിനെ സിമുലേറ്റ് ചെയ്ത് നോക്കാൻ, ഇതേപോലെ കോഡിനെ സിമുലേറ്റ് ചെയ്ത് നോക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോക്ക് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ, പ്രാക്ടിക്കൽ സെഷൻ ഇവിടെ കഴിയുകയാണ്. താങ്ക് യു.